If there's one virtue I have, it is immunity to what people think of me. Naturally, this makes them dislike me even more. People don't like to think that their opinion of someone means nothing to that person. And when it is a woman, the thought is intolerable. But like I said, I don't care. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഈ പെണ്ണുമ്പിള്ള ഇത് എന്നതാ പറയുന്നതെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചിട്ടുള്ളത് ചൈൽഡ്ഹുഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വളരെ ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ അനിത നായരുടെ ലേഡീസ് കൂപ്പേ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചപ്പോൾ അതിൽ കണ്ട ഒരു ഡയലോഗാണ് ഇത് കേട്ടോ. ഈ ഐ ഡോണ്ട് കെയറിലേക്ക് ഞാൻ എത്താൻ ഞാനൊരു അമ്മയാകേണ്ടി വന്നു എന്നുള്ളത് വളരെ സാഡനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ മൈ ചൈൽഡ്ഹുഡ് ഐ വാസ് ദ മാഡ് ഗേൾ ഇൻ ദി ആറ്റിക് ആൻഡ് വെൻ ഐ ഗ്രൂ അപ്പ് ഐ ബിക്കെയിം ദ മാഡ് വുമൻ ഇൻ ദി ആറ്റിക്. മെല്ലെ ഞാൻ ആ തട്ടുംപുറത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ ഭ്രാന്ത് ഇപ്പോഴും ഒരു കോമൺ ഫാക്ടർ ആണ്. എന്റെ വട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമ്മാതിരി വട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ കാത്തു സൂക്ഷിക്കുക. അതാണ് നമ്മളാകുന്ന നമ്മൾ. കത്തിവെച്ച് ഉച്ചയായതറിഞ്ഞില്ല. ലഞ്ച് ടൈം ആൻഡ് വി ആർ ഇൻ ക്വാളിറ്റി ഇൻ ബൈ രാമചന്ദ്ര. മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ആൻഡ് ചോക്ലേറ്റ് കേക്ക്. ഭക്ഷണത്തിന് ശേഷം കുറച്ച് ലൊട്ടിലൊടുക്ക് ഷോപ്പിങ്ങും ചെയ്തു. ഒരു ടീഷർട്ട് മേടിച്ചു, ഒരു ഷൂ മേടിച്ചു. ആ ഷൂ ഇട്ട് നോക്കാൻ ഞാൻ പിന്നെ ഉണ്ടായതേ ഭാഗ്യം. എല്ലാം ദൈവത്തിന്റെ ഒരു കടാക്ഷം. കുത്തിമറിയലിന്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ജോത്സ്ന എന്ന് പറഞ്ഞ സിംഗറിലെ പുള്ളിക്കാരിയുടെ ടെഡ് ടോക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കേൾക്കുമായിരുന്നു. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെഡ് ടോക്ക് ആയിരുന്നു. പുള്ളിക്കാരി സംസാരിച്ചത് ഇന്നർ റെനസാൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, പലർക്കും ഇഷ്ടപ്പെടാം. അങ്ങനെ പുതിയ ടീഷർട്ട് ഷൂ ഒക്കെ ഇട്ട് ഇന്ന് വൈകുന്നേരം എന്ത് മുടന്തൻ ന്യായം പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാതിരിക്കാം എന്നൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കി. ഇനി പുതിയ ഷൂവിന് സ്ഥലം ഒരുക്കാൻ വേണ്ടി പഴയ 2 ഷൂവിനെ എടുത്ത് സ്ഥലം മാറ്റി മൂലക്കിട്ടു. മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമേ. അപ്പോൾ അതാ മുറ്റത്തൊരു മൈന എൻ്റെ നൈക്കയുടെ പാർസൽ. ഞാൻ റാപ്പ് അപ്പ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കിന്റെ ഹൈപ്പ് കണ്ടിട്ട് അത് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. നല്ലൊരു ബൈ ആയിരുന്നേ, നല്ല ഷെയ്ഡ് കൊള്ളാം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം അതിട്ട് അവിടെ ഇരുന്ന് ക്യൂട്ട്നെസ് ഇട്ട് മെഴുകി. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രൂട്ട് മാമ്പഴമാണേ. അത് കുഞ്ഞായിരുന്നപ്പോൾ വന്നൊരു ഇഷ്ടമാണേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രാജേഷ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പറമ്പിലൊരു നാട്ടുമാമ്പഴം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എനിക്ക് അതിന്റെ രുചി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ ദുഃഖകരം എന്ന് പറയട്ടെ, അവർ ആ മാവ് മുറിച്ചു കളഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും രാജേഷ് ചേട്ടന്റെ പറമ്പിലുണ്ടായിരുന്ന ആ നാട്ടുമാമ്പഴത്തിന്റെ മാങ്ങാപ്പഴം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ പല സ്റ്റോറുകളിൽ നിന്നും ആ മാമ്പഴം പോലെ ഇരിക്കുന്ന മാമ്പഴം കണ്ടാ മേടിക്കും. അതാണോ എന്ന് നോക്കാൻ ഇന്നും മേടിച്ചു. ഇന്നും അതല്ല. ആ മാമ്പഴത്തിന്റെ രുചിയാണ് എൻ്റെ ബാല്യത്തിന്റെ രുചി. ഇനി വരാൻ പോകുന്ന എല്ലാ മാമ്പഴക്കാലത്തും ഞാനത് അന്വേഷിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് നല്ല വട്ടുണ്ട്.